എന്നേ നമ്മൾ രക്ഷപ്പെട്ടേനെ. നമ്മൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് പലതും നമ്മുടെ മുമ്പിൽ നടക്കാത്തത്, നമ്മൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് പലതും നമുക്ക് ലഭിക്കാത്തത്. കർത്താവ് നമ്മളോട് പറയുക, പ്രാർത്ഥിക്കാത്തൊരു ശീലമാക്കുന്നേ, നല്ലൊരു സ്വഭാവമാക്കുന്നേ. ആമേൻ. ചില അസാധ്യങ്ങൾ നമ്മുടെ മുമ്പിൽ സാധ്യമാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദാനിയേലോട് ചോദിച്ചാൽ ദാനിയേൽ പറയും, 3 നേരം പ്രാർത്ഥിച്ചോ. ദാനിയേലിൻ്റെ ജീവിതം മറ്റൊരു സ്ഥലത്ത് ദാനിയേൽ ചെന്ന് കിടക്കുമ്പോഴും അവനറിയാം അവിടെ തനിക്ക് പ്രാർത്ഥിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവങ്ങളുമില്ല. അതുകൊണ്ട് തൻ്റെ വീട്ടുകാരും കുടുംബക്കാരും തന്നെ പഠിപ്പിച്ച ഒരു സത്യമുണ്ട്. ആ സത്യത്തിലേക്ക് അവൻ എന്ത് ചെയ്തു? മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. അത് മറ്റാരുമല്ല, അത് യഹോവയായ ദൈവമത്രേ. യഹോവയായ ദൈവമത്രേ. ഇന്ന് പരിശുദ്ധാത്മാവിനകത്ത് ആമേൻ നിങ്ങളോട് കൈമാറുകയാണ്. യഹോവയായ ദൈവത്തെ അറിഞ്ഞ ദാനിയേൽ, അത് നോക്കണമേ, ആ ദാനിയേൽ മുട്ടുമടക്കി അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന അവനെ വളർത്താൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയാം, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, തന്നെ താങ്ങാൻ ആരുമില്ല, തനിക്ക് ഉയർച്ച തരാൻ